ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വേനൽക്കാലത്ത് എ സി ഉപയോഗിക്കുമ്പോൾ അമിതമായി കറണ്ട് ബില്ല് വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പറയുന്ന കുറച്ച് ടിപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കുറച്ച് കുറക്കാൻ പറ്റും. ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. അപ്പോൾ മുഴുവനായും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഇതിലെ ആദ്യത്തെ ടിപ്പ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു എ സി ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ എങ്ങനെയായാലും ഒരു 24 to 26 അതെപ്പോഴും ക്രമീകരിക്കാൻ നോക്കുക. നമ്മുടെയൊക്കെ വിചാരം 18 ഡിഗ്രിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എ സി പെട്ടെന്ന് തണുക്കുന്നതാണ്. പക്ഷേ നമ്മൾ 18 ഡിഗ്രിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്രസർ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ കറണ്ട് ബില്ല് കൂടുകയുള്ളൂ, അല്ലാതെ പെട്ടെന്ന് തണുക്കുകയില്ല. അപ്പോൾ എനർജി എഫിഷ്യൻസി കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ ടിപ്പ് 24 to 26 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഓരോ ഡിഗ്രി നമ്മൾ കൂട്ടുകയാണെങ്കിലും അത്രയും കറണ്ട് ബില്ല് കുറയുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 26 ഡിഗ്രിയിലാണ് എ സി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഡിഗ്രി കൂട്ടുമ്പോഴും നമുക്കൊരു 6% വരെയൊക്കെ വൈദ്യുതി ബില്ല് ലാഭിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ സീലിംഗ് ഫാനും കൂടി ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ എ സി ഇടുമ്പോൾ ഫാനും കൂടി ഒരു ചെറിയ സ്പീഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റൂം മൊത്തം പെട്ടെന്ന് തണുക്കാൻ ഈ ഫാന് സഹായിക്കും. അപ്പോൾ ഇത് കാരണം നമ്മളെ എ സിൻ്റെ ലോഡ് കുറയുകയും അതേപോലെ തന്നെ പെട്ടെന്ന് റൂം തണുത്ത പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ ടിപ്പ്, ജനലുകളും വാതിലുകളും അടച്ചിടുക എന്നതാണ്. മുറിയിലെ തണുപ്പ് പുറത്തു പോകാതിരിക്കാൻ നമ്മളെ ജനവാതിലും അതേപോലെ തന്നെ വാതിലുകളൊക്കെ കൃത്യമായി അടച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി പകൽ സമയത്താണെങ്കിൽ നമ്മളെ കർട്ടനുകളും ഒന്ന് ശ്രദ്ധിക്കുക. പകൽ സമയത്ത് നമ്മൾ കർട്ടൻ വലിച്ചിടുന്നത് നമുക്ക് പുറത്തുനിന്നുള്ള ചൂട് അകത്തേക്ക് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് എ സിയുടെ ലോഡ് കുറക്കാൻ സഹായിക്കും. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി മെയിൻ്റനൻസ് ആണ്. എ സിയുടെ ഫിൽറ്ററിൽ പൊടി അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ എ സി തണുക്കുന്നത് കുറയുകയും അതേപോലെ തന്നെ അതിൻ്റെ ലോഡിങ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഫിൽറ്ററുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ്, അതായത് പുറത്തുള്ള ഫാന് ഒക്കെ ഉള്ള യൂണിറ്റില്ലേ, അത് ഒരു വെയിലില്ലാത്ത സ്ഥലത്താവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരിട്ട് വെയിലടിക്കാത്ത സ്ഥലത്താണെങ്കിൽ അതിൻ്റെ എനർജി എഫിഷ്യൻസി കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിയുടെ സ്മാർട്ടായ ഉപയോഗമാണ്. അതിലൊന്നാമത്തെ കാര്യം സ്ലീപ്പ് മോഡ് ഓൺ ആക്കുക എന്നതാണ്. സ്ലീപ്പ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂർ കൂടുമ്പോഴും താപനില വർദ്ധിപ്പിച്ച് നമ്മളെ കറണ്ട് ബില്ല് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ടൈമർ സെറ്റ് ചെയ്യുക. പുലർച്ചെയൊക്കെ നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ട് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുലർച്ചെ താനേ ഓഫ് ആവാനുള്ള സെറ്റിങ്സ് എ സിയിലുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ മെയിനായിട്ടുള്ളൊരു ടിപ്പ്, നമ്മൾ എ സി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി നമ്മൾ റിമോട്ട് വഴി മാത്രം ഓഫാക്കാതെ നമ്മളെ മെയിൻ സ്വിച്ചുമലും ഒന്ന് ഓഫാക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ എ സി പഴയ മോഡലോ ഇൻവേർട്ടഡ് പുതിയ മോഡലോ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടിപ്സുകൾ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക.